വൈശാഖസന്ധി നെഞ്ചുണ്ടിലെന്റെ അരുമസഹിതനമരകാന്തിയോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു, കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇതെൻ്റെ ജിതിൻ മോൻ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ജിതിൻ പോയി ഒന്ന് സ്ലൈറ്റായിട്ട് വീണായിരുന്നു. മുട്ടടിച്ചാണ് വീണത്. അതുകൊണ്ട് തന്നെ ചിരട്ടയൊക്കെ ഡിസ്ലൊക്കേറ്റ് ഒക്കെ ആയായിരുന്നു. ഇപ്പം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുവാണ്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലോട്ട് പോകുന്നില്ല. എന്തായാലും റെസ്റ്റാണ്, റിക്കവറി പെട്ടെന്ന് നടക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അവസാനം വരെ ഒന്ന് കാണുക. നമ്മുടെ ഹനുമാൻ കൈൻ്റെ പുതിയ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റൺ ഇറ്റ് അപ്പ് കേട്ടോ എല്ലാവരും? ഞാൻ കേട്ടു, ഞാൻ ഫാനായി. നല്ല രസമായിട്ടുള്ള കോൺസെപ്റ്റൊക്കെയാണ് പുള്ളി മുന്നോട്ട് കൊണ്ടുവരുന്നത്. അടിപൊളി അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ പുള്ളിയെ? ഞാൻ പുറത്തോട്ടുള്ള ഞങ്ങളുടെ ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ കാണിക്കാവേ. എനിക്കൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ഫോൺ താഴെ വീഴല്ലേ. ഇതാണ് എൻ്റെ ഇവിടുത്തെ ഇതിൻ്റെ മുന്നിലുള്ള അവസ്ഥ ഓഫ് മൈ ജിതിമോൻ. എല്ലാവരും പ്രാർത്ഥിക്കണം ഈ മുട്ടുചേരയ്ക്കും വേണ്ടിയിട്ട്. ദോശയും മുട്ടയും ഞാൻ പെട്ടെന്നൊരു ഉള്ളിക്കറി ഉണ്ടാക്കിയാലോ എന്ന് ഓർക്കുവാണ്. ഇതിന് തൽക്കാലത്തേന് പെട്ടെന്ന് കൊടുത്തതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മാർക്കറ്റിലൊക്കെ പോയി ഫിഷും സ്ക്വിഡ് ഇപ്രാവശ്യം ആദ്യമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് മേടിച്ചതിരിക്കുക. ഞാനൊന്ന് അവർ ക്ലീനൊക്കെ ചെയ്ത് തന്നു, എന്നാലും നമ്മൾക്ക് ബാക്കി ചെയ്യണ്ടേ, അതെനിക്കറിയത്തില്ല. ഇനിയിപ്പം ജിതിൻ നേരെയായി വന്നിട്ട് ചെയ്യണം ബാക്കി. എന്തായാലും എല്ലാം സെറ്റാക്കി ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കി, ഓംലെറ്റ് തൽക്കാലത്തിനുണ്ടാക്കി. ഇനി പെട്ടെന്നൊരു ഉള്ളിക്കറി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ജിതിൻ കഴിക്കുന്നുണ്ട്. ജിതിനില്ലാത്തതിൻ്റെ ഒത്തിരി അറിയാനുണ്ട്. സാധാരണ ഇപ്പം കാര്യങ്ങൾക്കെല്ലാം ജിതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ജിതിനെ മിസ് ചെയ്യുന്നുണ്ട്. ജിതിൻ അവിടെ കിടന്ന് കള്ളച്ചിരിയും ചിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ എൻ്റെ അവസ്ഥയെ. പറ്റുന്ന രീതിയിൽ പെട്ടെന്നൊരു ഉള്ളിക്കറിയും ദോശയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ ദോശയും ഞാൻ ഉണ്ടാക്കിയ ഉള്ളി റോസും കൂടെ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും കുറവുകൾ കാണുമായിരിക്കും, എന്നാലും നോക്കാം. Just after becoming MP in 30 days, I got 2 calls from people from abroad called me, sir, if you can, please go and visit my home. I asked why. Sir, my father passed away. My mother passed away. I asked, aren't you coming, sir? If I come now, I cannot go back. I cannot afford the ticket. If he cannot see his mother or father for the one last time. എന്തോ കൂടി ഇതിനൊന്ന് ട്രൈ ചെയ്ത from this city. Once again, I would like to remember this honor in this house and all of us, our members, please honor എന്തോ കൂടിയേ and all of us, our members. എന്തോ കൂടിയേ കാരണം കിളിക്കാതെ പറ. India is the largest pluralism. India is the largest country of the world. എല്ലാം കൂടിയല്ലേ? താങ്ക് യു, യു ആർ വെൽക്കം. ജിതിന് ഞാൻ നല്ലൊരു മുട്ട ഉണ്ടാക്കി കൊടുത്തു. സ്കിന്നൊന്ന് പ്രോപ്പർലി ടേക്ക് കെയർ ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ എൻ്റെ ഒരു ഡീറ്റാൻ സംഭവം ഉണ്ടായിരുന്നു, മാസ്ക് പോലെ, അത് തപ്പുവാണ്. കണ്ടിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും അറിയില്ല. ഓക്കെ കിട്ടി. ഡോട്ട് ആൻഡ് കീഡേ ഡീറ്റാൻ ക്ലേ പോളിഷ്.
തേക്കാം. ഭേദം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് എന്താ പറയുന്നേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ. നമ്മൾ പണ്ട് മുതൽ ഒന്നെങ്കിൽ ഒരു സമയം വരെ അമ്മയായിരുന്നു കട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനായി. സോ പറഞ്ഞേക്കുന്നത് മുഖം കഴുകിയിട്ട് ഈ മാസ്ക് തേക്കാനാണ് പറഞ്ഞേക്കുന്നത്, ക്ലേ തേക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ടെക്സ്ചർ ക്ലേ പോലാണ്, കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മളിന്ന് തേക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് നാളായി ഞാൻ തേച്ചിട്ട്, ഐ തിങ്ക് മോർ ദാൻ എ മന്ത് ഓർ 2 ഐ തിങ്ക് ആയി തേച്ചിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് മുഖം കഴുകിയിട്ട് വരാം. ഓക്കെ, നമുക്ക് ക്ലേ മാസ്ക് തേക്കാം. ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന സംഭവം, നമ്മൾ സ്പീഡ് കൂട്ടി തേക്കാം. ഓക്കെ, ഇതിനോട് ചോദിച്ചിട്ട് ഇതിന് വേണമെന്ന് പറഞ്ഞാൽ ഈസ് ബിസി, ഒരു കോളിലാണ്. അപ്പോൾ തൽക്കാലം നമുക്കായിട്ട് തേക്കാം. എൻ്റെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ക്ലേ തേക്കുന്നുണ്ട്. ക്ലേ തേക്കണോ വേണോ? യെസ്, ഡീറ്റാൻ ക്ലേ. അല്ല, മോഹൻ കഴിക്കതല്ലേ ഇപ്പൊ പോയപ്പോ. ദിസ് ഇസ് ഡോട്ട് ആൻഡ് കീയുടെ ഇലുമിനേറ്റിംഗ് ഗ്ലൂ ഡീറ്റാൻ ക്ലേ പോളിഷ്. നിന്റെ ടാൻ എല്ലാം മാറി നീ സുന്ദരനായി മാറും. ഓക്കെ, ലെറ്റ്സ് സീ. ജിതിമോൻ റെഡി. ഓ, ഇവിടെ കൂടെ കുറച്ച് തേക്കാനുണ്ട്. ഇതിനെ നമുക്കൊരു 10 minutes വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കഴുകി കളയാം. ഓക്കെ, കാല് വയ്യാത്തോണ്ട് ഓടാൻ പറ്റത്തില്ല. ഞങ്ങള് അപ്പോൾ ഡീറ്റാൻ ക്ലേ പോളിഷ് തേച്ച് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? 10 minute വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് കഴുകിക്കളയാം. ഓക്കെ, എനിവേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അല്ലേ? നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. ഡോക്ടർ ഇപ്പം 2 ആഴ്ചത്തേനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എന്തായാലും 7 days കഴിഞ്ഞിട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പം അത് ഈ ആഴ്ച ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താകുമെന്ന്. എനിവേ വിൽ കീപ് യു അപ്ഡേറ്റഡ്. എല്ലാവരും പ്രാർത്ഥിക്കണം ഫോർ സ്പീഡി റിക്കവറി. ബിക്കോസ് ഇതിനിങ്ങനെ കിടക്കും തോറും ഐ എം മിസ്സിങ് ഹിം മോർ. ഇവിടുത്തെ ജോലികളും ജിതിനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിതിനെ മിസ് ചെയ്യുന്നില്ലേ പല കാര്യങ്ങളും? ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. ഡിഫറൻസ് ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഐ റിയലി ഡോണ്ട് നോ, ബട്ട് യാ ഓക്കെ, കുഴപ്പമില്ല അല്ലേ? നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലേ കുറേ നാളുകൾക്ക് ശേഷം ഇതിനെ എനാക്ട് ചെയ്യുക. ഞാൻ ഇങ്ങനെ കൈ കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മുഖത്ത് കാണുന്ന ആ ഒരു ഗ്ലോയിൻ്റെ രഹസ്യം നമ്മൾ ഇന്ന് ചെയ്യുന്ന പല പ്രവർത്തികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഗൈസ്. ഓക്കെ, കസേര ഉണ്ട് നീരയ്ക്ക്. ഇതിനെ നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. കാല് വെച്ച് ദിസ് ഇസ് ഹൗ ഐ ഹെൽപ്പ് ഹിം. ബിക്കോസ് ഇരിക്കാനും എഴുന്നേക്കാനും പാടാ പുള്ളിക്കാരന്. അപ്പോൾ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് വേണം നമ്മൾ. ഇനി കസേര വെച്ചിട്ട് കാല് പൊക്കി വെക്കും. തൽക്കാലം നമ്മൾ കാലിങ്ങനെ പൊക്കിയാണ് വെക്കുന്നത്. ആൾക്ക് വേദനയാണ്, കാല് അനക്കാനും എടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഫ്രൈ ചെയ്താലോ? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മീൻ ഫ്രൈ ചെയ്ത്. അപ്പോൾ
മീൻ എന്താ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് അത് കഴുകാനായിട്ട് എടുത്ത് വെച്ചത്. അതിൻ്റെ വെള്ളം മുഖത്തോട്ടൊക്കെ വീണു. ഇതാണ് ഞാൻ അതിൻ്റെ അടുത്തോട്ടൊന്നും പോവാത്തത്, മീൻ കഴുകാൻ പോവാത്തത്. എല്ലാം ജിതിനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാം ദൈവം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എനിക്ക് തരുന്നുണ്ട്. എനിക്ക് വയ്യ. മീൻ എങ്ങനെ ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? എല്ലാം തട്ടിക്കൂട്ടായിരുന്നു. മോരുണ്ടാക്കി. വന്നേക്കോ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറങ്ങണമെന്നായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വർക്ക് കിട്ടി. സോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. രാത്രി 9 മണി സമയം. ഞങ്ങൾ കുറച്ച് മുമ്പാണ് ചായയും മിക്സ്ചറും കഴിച്ചത്. അതെ അതെ, ഇവിടെ സമയം തെറ്റിയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. എന്നാലും അതും ഒരു സുഖമാണ്. നൈസ് ചായ, നൈസ് മിക്സ്ചർ. ഇനി ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിക്കുന്നതിൻ്റെ മുമ്പ് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി, എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ? പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ? ജിതൻ ഒരു കാമായിട്ടുള്ളൊരു പേഴ്സൺ ആയതും കൊണ്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 6-ാമത്തെ 7-ാമത്തെ മാസമാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. അതുവരെ ചായ വേണമെങ്കിൽ വീട്ടിൽ ജിതിനാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കും. ഇവിടുത്തെ കറക്കെന്ന് പറയുമ്പോഴത്തേന് അത് ബഹ്റിനിലെ കറക്കെന്ന് പറയുന്നത്, ബഹ്റിന് മാത്രമല്ലല്ലോ, GCC കൺട്രീസിലെല്ലാം കറക്ക് ഭയങ്കര. ഓക്കെ, സോ ഞങ്ങൾ അതിൻ്റെ ഫാനായി മാറി. എല്ലായിടത്തും കറക്ക് കിട്ടും, പക്ഷെ എല്ലായിടത്തും കറക്ക് സെയിം ടേസ്റ്റ് അല്ല കേട്ടോ. ഇവിടെ ഒരു ടീ ടൈം എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ടീ ടൈമിൽ നിന്ന് ഞങ്ങൾ കറക്ക് മേടിക്കാൻ തുടങ്ങി. ടീ ടൈമിൽ നിന്നുള്ള കറക്കിൻ്റെ ടേസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം all the curries that we get anywhere else. അപ്പോൾ അതും ഈ ടീ ടൈം, റിഫയിലുള്ള ടീ ടൈമും ബാക്കിയുള്ള ടീ ടൈംസിലെയും ഡിഫറെൻ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ നാളുകൾ ഞങ്ങൾ അവിടെ നിന്ന് കറക്ക് മേടിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഇവെൻച്വലി ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ലൈക്ക് എപ്പോഴും മേടിക്കലുള്ള സംഭവം സ്റ്റോപ്പ് ചെയ്തു. എന്തായാലും വേണ്ടിയപ്പോൾ ഇതിനുണ്ടാക്കുമായിരുന്നു. എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾ ഇതിനു മുമ്പ് വേറൊരു ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ അവിടെ അടുത്തായിരുന്നു, അതുകൊണ്ടായിരുന്നു എപ്പോഴും ഫ്രീക്വൻ്റ്ലി നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. ഇന്ന് മേടിക്കാൻ 2-3 തവണ ഇവിടുത്തെ ചായകൾ മേടിച്ച് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ അവസാനം ഞാനൊരു ദിവസം അങ്ങ് ഉണ്ടാക്കിയപ്പോൾ കുളവായി. അതിൻ്റെ കാര്യമാണ് ജിതിൻ നേരത്തെ പറഞ്ഞത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് കുളവായി. എന്തൊക്കെയോ കുറവുകളുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് തോറ്റതിന് ശേഷമാണ് ശരിക്കും ഒരു വാശി കയറുന്നത് എനിക്ക്. അപ്പോൾ ആ വാശിയിൽ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാണ്. നിനക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാടാ. ഇവന് എൻ്റെ ചായ എന്ന് പറയുമ്പോഴത്തേന് അവിടെ വീഴും. എല്ലാ മാസവും ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാറുണ്ട്. സാലറി കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഈ അനാവശ്യമായിട്ടുള്ള ഞങ്ങളുടെ സ്പെൻഡിങ്സ്
കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ലേ, അങ്ങനെ ഫുള്ളി ഫോളോ ചെയ്യാൻ പറ്റാറില്ല. എന്നാലും ഞങ്ങളെ ഇത് സഹായിക്കുന്നുണ്ട്, ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട്. ഹായ് എവ്രി വൺ. സോ ഇന്നലെ എനിക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇന്ന് രാവിലെ സെയിം ഇഷ്യൂ, സ്റ്റോറേജ് ഇഷ്യൂ. അപ്പം ഇപ്പോൾ ഞാൻ ഒഫീഷ്യലി പ്രോപ്പർലി വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ജിതിൻ്റെ കണ്ടീഷൻ എല്ലാവരും കുറച്ചെങ്കിലും പലർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഹീസ് ഓൺ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. നമ്മളുടെ ബോഡി പാർട്ടിന്, ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വി നോ ഓഫ് ഹൗ ഇറ്റ് അഫക്ട്സ് അസ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ജിതിനും ഹീസ് ബീങ് അഫക്റ്റഡ് റിയലി ബാഡ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിടപ്പാണല്ലോ. അപ്പോൾ എല്ലാവരും ജിതിൻ്റെ സ്പീഡി റിക്കവറിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ബിക്കോസ് ഐ എം എക്സ്പീരിയൻസിങ് ഓൾ ഓഫ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആൻഡ് ഞാൻ കുറേ തെറ്റുകൾ ആൻഡ് കുറേ ശരികൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം എക്സ്പീരിയൻസിങ് ഓൾ ഓഫ് ദിസ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ആരെയും ടേക്ക് കെയർ ചെയ്തിട്ടില്ല. ബട്ട് ജിതിൻ ഹീ ഈസ് ഹൈലി പേഷ്യൻറ്റ്. ആൻഡ് ബിക്കോസ് ഹീ ഈസ് ഹൈലി പേഷ്യൻറ്റ്, ഐ എം ഓൾസോ I'm getting that time to learn and to experiment. And anyways, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. That's what I have to say right now. പിന്നെ I'm also thinking of starting a vlog series. ഞങ്ങളുടെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വ്ളോഗ് സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ പ്ലാൻ എങ്ങനെ പോകുന്നു, ലെറ്റ്സ് സീ. ഇഫ് യു ഹാവ് അതർ ഐഡിയാസ് പ്ലീസ് ഡു കോമെൻറ്റ്. അത് ഈ ഐഡിയാസ് മാത്രമല്ല, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഇഷ്ടങ്ങളും പ്ലീസ് ഡു write it down in the comments because we love reading your comments. Yeah, so that's it for the time being. ഇതിനു മുമ്പ് വേറെ 2 വീഡിയോസ് എടുത്തായിരുന്നു വൈൻഡപ്പ് ചെയ്യാനായിട്ട്. രണ്ടിനും ഓരോരോ പ്രശ്നം. രണ്ടാമത്തെ കഴിഞ്ഞ വീഡിയോ ഒരു ടൈം ലാപ്സ് വീഡിയോ ആയിപ്പോയി. സോ ഐ ഹോപ്പ് ഈ വീഡിയോ ലാസ്റ്റ് ആയിരിക്കുമെന്ന്. സോ യെസ്, ദിസ് ഈസ് മീ, Literally your Liz Petho signing off. I'll come up with yet another video, and until then, bye bye.